ഇറാനെ ഒറ്റപ്പെടുത്തുന്ന നയം പരാജയം. ഗൾഫ് മേഖലയിൽ സമഗ്രമായ പുതിയ സുരക്ഷാ സംവിധാനം വേണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി. ഒമാൻ ജനസംഖ്യ 54 ലക്ഷത്തിലേക്ക്. 28.6% പേരും മസ്കറ്റിലെ പ്രമുഖ ആയോധന കല വിദഗ്ധനായ റൻഷിജി കുമാറിന്റെ ബോഡി ലൈഫ് സ്കിൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അന്തർദേശീയ കരാട്ട ടൂർണമെന്റുകൾ പങ്കെടുക്കാനായി ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ചർച്ചകൾ തുടരുന്നതായി ഒമാൻ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഇറാനെതിരായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയുടെ സുരക്ഷാ ഘടനയിൽ അടിയന്തരവും സമഗ്രവുമായ പുനർപരിശോധന നടത്തേണ്ടതുണ്ടെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി മേഖലയെ നിയന്ത്രിച്ചിരുന്ന ഇറാനെ ഒറ്റപ്പെടുത്തൽ കണ്ടെയ്ൻമെന്റ് പോളിസി എന്ന നയത്തിൽ നിന്നും മാറി മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയും സുരക്ഷാ ഉത്തരവാദിത്തം ഒന്നിച്ചു പങ്കിടുന്നതുമായ ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫ്രഞ്ച് ദിനപത്രമായ ലെ മോണ്ടെയിൽ എഴുതിയ ലേഖനത്തിലാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു യുദ്ധത്തിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ സഹിച്ചാൻ ഒമാനിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. മേഖലയിൽ നടക്കുന്ന നിരവധി സംഘർഷങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലല്ല മറിച്ച യുദ്ധത്തിനൊരു ശാശ്വത പരിഹാരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒമാനിൽ ആകെ ജനസംഖ്യ 53,88,513 ഉയർന്നതായി ഔദ്യോഗിക കണക്കുകൾ. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ മെയ് മാസത്തിലെ പ്രതിമാസ സ്ഥിതി വിവരണ കണക്കുകൾ പ്രകാരമാണ് ഈ വർധനവ്. 2025 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 1.6% ജനസംഖ്യ വളർച്ചയാണ് രാജ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള മസ്കറ്റ് ഗവർണറേറ്റിലാണ്. 15,38,312 ആളുകളുള്ള മസ്കറ്റിൽ ഒമാനിലെ ആകെ ജനസംഖ്യയുടെ 28.6% പേരും മസ്കറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നു. മസ്കറ്റിലെ ബോഡി ലൈഫ് സ്കിൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അന്തർദേശീയ കരാട്ട ടൂർണമെന്റുകൾക്കായി ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു. റൻഷിജി കുമാറിന്റെ നേതൃത്വത്തിൽ രാഘവ് കൃഷ്ണപ്പരാജ്, യൂസുഫ് സലാഹുദ്ദീൻ, അബൂബക്കർ സിദ്ദീഖ്, പ്രണവ് കൃഷ്ണപ്പരാജ്, പ്രാർത്ഥന മേനോൻ എന്നിവർ ജൂലൈ 25-26 തീയതികളിൽ ചെന്നൈയിൽ നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 2 വരെ ജപ്പാനിൽ നടക്കുന്ന മൂന്നാമത് ഒക്കിനാവ കരാട്ട ടൂർണമെന്റിലും ഇവർ മത്സരിക്കും. 80 രാജ്യങ്ങളിൽ നിന്നായി 5000-ലധികം താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണിത്. കഴിഞ്ഞ തവണ ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത ബോഡി ലൈഫ് സ്കിൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ 5 മെഡലുകൾ നേടിയിരുന്നു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാനും സംരക്ഷിക്കാനും എല്ലാ കക്ഷികളുമായും ചർച്ചകൾ തുടരുകയാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കാൻ സുൽത്താനേറ്റ് പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാണെന്ന് ഒമാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി തികച്ചും സുതാര്യവും നിഷ്പക്ഷവുമായ രീതിയിൽ ഇതിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഒമാൻ വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.